പ്രൈസ് ദി ലോർഡ് ചർച്ച്. വെൽക്കം ടു ഹാപ്പ് ആൻഡ് ബൗൾ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു, പ്രത്യാശയോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലൂക്കോസ് 21:38 ഇങ്ങനെ പറയുകയാണ്, ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് അതികാലത്തെ എഴുന്നേറ്റ് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലുമെന്ന്. ആൻഡ് വെരി ഏർലി ഇൻ ദ മോർണിംഗ് all the people will come together to him in the temple to listen to him. Amen. So what an encouraging verse for all of us, that we are gathered together in his presence for this morning prayer. Amen. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായിട്ട് തന്നതിനായിട്ട് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുക. ദൈവമേ, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ഞങ്ങൾക്ക് പുകഴുവാനായിട്ട് ഒന്നുമില്ല. പരിശുദ്ധി ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ നിർത്തണേ. ഒത്തിരി നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് സർക്കംസ്റ്റൻസസും ഞങ്ങളുടെ ചുറ്റുവട്ടം കിടക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളുടെ മുമ്പായി കടന്നുപോയി ഞങ്ങൾക്ക് വേണ്ടി വഴി നിരപ്പാക്കി, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ വൻ കാര്യങ്ങൾ ചെയ്യും. ഒരു ശുഭഭാവി ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് ദൈവമേ ഒത്തിരി പ്രത്യാശ അർപ്പിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഹെൽപ്പ് us to worship you, uplift your name up high. അങ്ങയുടെ വചനം കേട്ട് അത് അനുസരിക്കാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മോർണിംഗ് പ്രയർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം സമൃദ്ധിയല്ല നിറയ്ക്കണേ കർത്താവെ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. We give you glory in the name of Jesus we pray. Amen. Amen. God is on the throne. Whatever you're going through today, let me tell you that God of the good times is God of the bad times, and He's in control of our lives. Let's sing the song together and give Him glory. God on the mountain is to God in the valley. When things go wrong, He'll make them right. And the God of the good times is to God in the bad times. The God of today is to God in the night. Life is easy when you're up on the mountain and you've got peace of mind like you never know. But things change and you're down in the valley. Don't lose faith, for you're never alone. For the God on the mountain is the God in the valley. When things go wrong, He'll make them right. For the God of the good times is the God in the bad times. The God of the day is to God in the night. The talk of faith when you're up on the mountain, and talk comes easy when life's at its best. Now it's down in the valley of trials and temptation. That's where your faith is really put to the test. For the God on the mountain is the God in the valley. When things go wrong, He'll make them right. And the God of the good times is the God in the bad times. The God of today
Jesus, you're God in the night. Hallelujah. Praise you, Jesus. Thank you. Dayame Stotram Kartave. Thank you for this beautiful day. Heavenly Father, we come to your presence right now. Lord, thank you for this beautiful day. In Psalm 27:3, it reads, "Though an army besiege me, my heart will not fear. Though war break out against me, even then will I be confident." താങ്ക് യു ദൈവമേ. ഞങ്ങളുടെ ഓരോ ദിവസവും കർത്താവേ ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിനായി സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു ദൈവമേ. വളരെ ഇഗ്നറൻ്റ് ആയിട്ട് പോകുന്ന സ്മോളസ്റ്റ് ഓഫ് സ്മോൾ തിങ്സ് പോലും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം പറയുന്നു ദൈവമേ. ഈ സമയത്ത് കർത്താവേ പല ആളുകൾ പല പ്രശ്നങ്ങൾ കൂടെ പോവുകയാണല്ലോ ദൈവമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. പെർട്ടിക്കുലർലി ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ദൈവമേ. സാലറി കട്ട്സും അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ എസെൻഷ്യൽസും മീറ്റ് ചെയ്യാൻ കർത്താവെ പല 2-3 വട്ടം ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ കർത്താവെ. വി പ്രേ ഫോർ ദം ലോർഡ് ജീസസ്. വി നോ ഫോർ എ ഫാക്ട് ദാറ്റ് കർത്താവെ എവറിത്തിങ് മേ ലുക്ക് അൺസർട്ടൻ ബട്ട് യു ആർ സർട്ടൻ ലോർഡ്. യു ആർ ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. യു ആർ ആർ പ്രൊവൈഡർ ലോർഡ്. വി നോ വി ഹോൾഡ് ഓൺ ടു യു കർത്താവെ. ഞങ്ങൾ മുറുകെ പിടിക്കുന്നു, ഞങ്ങളെ അങ്ങ് ഗൈഡ് ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ ആളുകൾ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. 20%, 30%, 50% സാലറി കട്ട്, 40% സാലറി കട്ടൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർ ഇതിന് മുമ്പ് ജീവിച്ചതിനേക്കാളും ബെറ്ററായിട്ട് ദൈവമേ ഒരു ജീവിതത്തിലേക്ക് കർത്താവെ അങ്ങ് നയിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബെറ്റർ സാലറി, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എവറിത്തിങ് ദ ബെസ്റ്റ്. ഈ പാൻഡമിക്കിൽ കൂടെ കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവെ ദൈവമേ അവർക്ക് എല്ലാത്തിൻ്റെ ബെസ്റ്റ് അങ്ങ് കൊടുക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വി ഡോണ്ട് വാണ്ട് എനി അഷുറൻസസ് ഫ്രം എനി അതർ അതോറിറ്റി ഓർ എനിബഡി എൽസ് കർത്താവെ. വി നോ കർത്താവെ യു ആർ വിത്ത് അസ്. You will guide us through. You will seek us through. എന്തൊക്കെ ചാലഞ്ച് വന്നാലും ദൈവമേ, as the word says, though a war break out against me, even then will I be confident. We will move mountains because you are with us കർത്താവേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, whatever challenge they may each of us face, we will overcome. We will be confident as we have always been because of you. We thank you for our church, our pastors, and the spiritual guidance that is given to us daily in different meetings that we are able to attend. Thank you, Lord. Thank you for your amazing grace, your unconditional love. Give us more wisdom, Lord, in our everyday lives. We particularly pray for those people who are suffering financial stress. അതിനുവേണ്ടി കർത്താവെ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കർത്താവെ give them a breakthrough, Lord, and let them be amazed കർത്താവെ. ഓരോ ആൾക്കാർ ദൈവമേ അവരുടെ സാലറി കട്ടിൽ കൂടെ അവരുടെ മന്ത് എക്സ്പെൻസസ് എല്ലാം വളരെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാനും let them be amazed, Lord, they are able to make that from paycheck to paycheck to abundance, Lord. We know you will do that kർത്താവെ, because you are our Father, Lord. Thank you for this beautiful day once again. In Jesus' name we pray. Amen. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിനേക്കാൾ ഉപരി എന്നെ ശ്രമിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ സമയം ഓർപ്പിക്കുന്നു. ഈ നിമിഷത്തെ പൽക്കാലത്തെ ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ശമരിയിലെത്തിയപ്പോൾ അവൻ ശമരിയിൽ ആഹാബിന് ശേഷിച്ചവരൊക്കെയും യഹോവ ഏലിയാവോട് അരുളി ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു. യേഹൂ രാജാവ് ആഹാബിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ മുഴുവൻ നിഗ്രഹിച്ച് കളഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പക്ഷെ അതിനിടയ്ക്ക് 2 വാക്കുണ്ട്: യഹോവ അരുളി ചെയ്തതുപോലെ നിഗ്രഹിച്ചു കളഞ്ഞു. ആഹാബ് രാജാവിൻ്റെ കുടുംബത്തിലെ സകല പുരുഷ പ്രജയും യഹോവ നശിപ്പിക്കുവാനായിട്ട് അരുളപ്പാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി ആഹാബ് രാജാവിന് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വളരെ സുപരിചിതനായ ഒരു രാജാവാണ് ആഹാബ് രാജാവും ഇസബേലും. ആ രാജകുടുംബത്തെ നമുക്കറിയാം. ദൈവപ്രവൃത്തികളിൽ നിന്ന് തിരിഞ്ഞു നിന്ന ഒരു കുടുംബമാണ് അവർ. പക്ഷെ അനേക പാപങ്ങൾ ചെയ്തെങ്കിൽ തന്നെയും ആ ഒരു കുടുംബത്തിലെ പുരുഷപ്രജയെ മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിൽ എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം മഹാരാജാവിനെ പറ്റി പഠിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ
30-ാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? മുൻപുള്ളവരെക്കാൾ അധികമായി യഹോവയ്ക്കോട് ദ്രോഹം ചെയ്ത ഒരു രാജാവായിരുന്നു ആഹാബ് രാജാവ്. പക്ഷേ 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കുടുംബത്തിലെ സകല പുരുഷ പ്രജയും ഞാൻ നിഗ്രഹിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്തായിരുന്നു അത്രമാത്രം വലിയ ഒരു ശക്തമായ അരുളപ്പാട് ആഹാബിൻ്റെ കുടുംബത്തിലേക്ക് വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കൊരു കഥാപാത്രത്തെ കാണാൻ സാധിക്കും, നാബോത്ത്. നാബോത്തിൻ്റെ ഒരു കാര്യം നമ്മൾ വായിക്കുവാണെങ്കിൽ 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇതാണ് വായിക്കുന്നത്. നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. നാബോത്തിനുള്ള ഒരു കാര്യം മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ, നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. എന്താണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത? ആ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവിന് വരെ ആകർഷിക്കപ്പെട്ട ഒരു മുന്തിരിത്തോട്ടമായിരുന്നു നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. കാരണം നാബോത്ത് ഏറ്റവും മനോഹരമായി പരിപാലിച്ച ഒരു തോട്ടമായിരുന്നു തൻ്റെ പിതാക്കന്മാർ അവകാശമായി കൊടുത്ത തോട്ടം. തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ തോട്ടം ഏറ്റവും മനോഹരമായി ശ്രേഷ്ഠമായി അത് പരിപാലിച്ചത് കൊണ്ടാണ് ആഹാബ് രാജാവ് തന്നെ അതിലേക്ക് നോക്കിയത്. പ്രിയ മക്കളെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയതോ യഹോവ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം ക്രിസ്തു എന്ന അല്ലെങ്കിൽ പിതാവായ തോട്ടക്കാരൻ്റെ ആ തോട്ടത്തിലെ ഓരോ അംഗങ്ങളാണ് നമ്മളെല്ലാം. നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ് ആ തോട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ സമയത്ത് പരിപാലിച്ചതുപോലാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം എല്ലാ ദിവസവും ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നത്? നാബോത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നാബോത്ത് തൻ്റെ തോട്ടത്തെ ഏറ്റവും മനോഹരമായി പരിപാലിച്ച വ്യക്തിയാണ്. ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നാബോത്ത് എന്ത് ചെയ്തു? തൻ്റെ തോട്ടത്തെ വളരെ ശ്രേഷ്ഠമായി പരിപാലിച്ചു. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, ക്രിസ്തീയ വിശ്വാസത്തെ ഏറ്റവും നന്നായി പരിപാലിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളും പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ പരിപാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്നാമതായിട്ട് നാബോത്തിൻ്റെ തോട്ടം എല്ലാവരാലും ആകർഷിക്കപ്പെട്ട തോട്ടമാണ്. എല്ലാവരും അത് നോക്കുന്ന തോട്ടമാണ്. കാരണം ഏറ്റവും നന്നായി പരിപാലിക്കപ്പെട്ട തോട്ടമാണ് നാബോത്തിൻ്റെ തോട്ടം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും നന്നായി പരിപാലിക്കപ്പെടുവാണെങ്കിൽ അനേകർ നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയെത്തീരും. ഒന്നാമതായിട്ട് നാബോത്ത് എന്ന് പഠിക്കാനുള്ള കാര്യം നാബോത്ത് തൻ്റെ തോട്ടം ഏറ്റവും മനോഹരമായി പരിപാലിച്ചു. രണ്ടാമതായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ആ തോട്ടം എനിക്ക് തരണമെന്ന് ആഹാബ് രാജാവ് അവരോട് പറയുന്നു, നാബോത്തിനോട് പറയുന്നു. പക്ഷെ നാബോത്ത് പറയുന്നൊരു വാക്കുണ്ട്, ആ ഒരു വാക്യം മാത്രമേ നാബോത്ത് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത്. ഈ ബൈബിളിൽ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് നാബോത്ത് പറഞ്ഞ വാക്ക് അത് മാത്രമാണ്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ എനിക്ക് സംഗതി വരുത്തരുത്. രണ്ടാമതായിട്ട് നാബോത്ത് തൻ്റെ അവകാശത്തിന് വേണ്ടി ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. മറ്റുള്ള നന്മകൾക്ക് വേണ്ടി തൻ്റെ അവകാശത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് നാബോത്ത് ഒരിക്കലും തയ്യാറായില്ല. നാബോത്ത് തൻ്റെ തോട്ടത്തെ സംരക്ഷിച്ച വ്യക്തിയാണ്. ഒന്നാമതായിട്ട് നാബോത്ത് തൻ്റെ തോട്ടത്തെ പരിപാലിച്ചു, രണ്ടാമത് തൻ്റെ തോട്ടത്തെ സംരക്ഷിച്ചു. നമുക്ക് നാബോത്തിനോട് ചോദിച്ചു നോക്കാം, നാബോത്ത് എന്തേ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നോട് ചോദിച്ചത് ചെറിയ മനുഷ്യനല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനല്ലല്ലോ, ഒരു രാജ്യത്തിൻ്റെ രാജാവ് തന്നെ അല്ല ചോദിച്ചത് ആ തോട്ടം എനിക്ക് തരൂ. അത് വെറുതെ അല്ല ചോദിച്ചത്, ഒന്നുകിൽ അതിന് പകരം എന്ത് തരാം, സമ്പത്ത് തരാം, അല്ല അതിലും ശ്രേഷ്ഠമായ ഒരു തോട്ടം നിനക്ക് തരാം എന്ന് പറഞ്ഞല്ലേ രാജാവ് ചോദിച്ചത്. നീ ആ തോട്ടം രാജാവിന് കൊടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജാവിൻ്റെ അടുത്ത സ്നേഹിതനായിട്ട് നിനക്ക് വരാമായിരുന്നു. രാജാവിൻ്റെ
ആ ഒരു പ്രീതിക്ക് നിനക്ക് പാത്രമായി തീരാമായിരുന്നു. രാജാവിൻ്റെ സന്തോഷത്തിന് നിനക്ക് കാരണമായി തീരാമായിരുന്നു. പക്ഷേ നാബൂത്ത് പറയാണ്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ തോട്ടം, പിതാക്കന്മാരുടെ അവകാശം ഞാൻ തരില്ല. എത്രമാത്രം ഉറച്ച വാക്കുകളാണ് നാബൂത്തിൻ്റെത്. നാബൂത്തിനോട് ചോദിച്ചു നോക്കാം, നിൻ്റെ പിതാക്കന്മാരുടെ അവകാശം ആർക്കും കൊടുക്കില്ല എന്ന് നീ പറയുന്നത്? നാബൂത്ത് പറയും, ഇതിനൊരു വിലയുണ്ട്. യഹോവ അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ നിനക്ക് അവകാശമായി തരുന്ന ദേശം വേറെ ആർക്കും കൊടുക്കരുതെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. അതിനേക്കാളുപരി നാബൂത്തിനറിയാം ഈ അവകാശ ദേശം എങ്ങനെയാണ് അവർക്ക് കിട്ടിയതെന്ന്. ഒരു കാലത്ത് മിസ്രൈമിൽ അടിമത്തത്തിൻ്റെതായ വക്കിലായിരുന്നു ഇസ്രായേൽ ജനം. അവർക്ക് കിടക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ അവകാശം പറയുവാൻ ഒരു ഭൂമി ഉണ്ടായിരുന്നില്ല. വേറൊരു രാജ്യത്ത് അടിമകളെ പോലെ കരഞ്ഞ് ജീവിച്ച ഒരു ജനം. യഹോവ പറയാണ്, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടു, അവരുടെ നിലവിളി എൻ്റെ കാതുകളിൽ കേട്ടു എന്ന് അരുളി ചെയ്ത്. ആ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് യഹോവയ്ക്ക് പ്രസാദം തോന്നി. ഒരു യോഗ്യതയുമില്ലാതിരുന്ന അവരെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവം അവർക്ക് അവകാശമായി കൊടുത്തതാണ്. അതുമാത്രമല്ല, അതിനേക്കാളുപരി ആ അവകാശം കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവരുടെ കടിഞ്ഞൂലുകളെ മുഴുവൻ മിസ്രൈമിൽ സംഭരിച്ചപ്പോഴത്തേക്ക് ഇസ്രായേൽ മാത്രം കടിഞ്ഞൂലുകൾ ഒന്നും നശിച്ചു പോയില്ല, സംഹാരദൂതൻ മാറിപ്പോയി. കാരണം ഒരു ആട്ടുകൊറ്റൻ അവർക്ക് പകരമായിട്ട് ഓരോ കുടുംബത്തിലും അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. പ്രിയ മക്കളെ, ഒരു വില കൊടുത്താണ് ഈ അവകാശത്തിലേക്ക് ഇസ്രായേൽ ജനം നടന്നു കയറിയത്. ഒരു വില കൊടുത്താണ് ഇസ്രായേൽ ജനം ഈ അവകാശത്തിലേക്ക് നടന്നു കയറി അതിനെ പ്രാപിച്ചത്. അതുമാത്രമല്ല, മരുഭൂമിയിൽ കൂടി അവർ നടന്ന നമുക്ക് ഏറ്റവും നന്നായിട്ടറിയാം. നാബൂത്ത് പറയും, എൻ്റെ പിതാക്കന്മാർ ചെങ്കടലിൻ്റെ മുന്നിൽ ചെന്നു. എൻ്റെ പിതാക്കന്മാരുടെ പുറകിൽ ഫറവോന് സൈന്യം ഉണ്ടായിരുന്നു. പക്ഷേ ചെങ്കടലിൻ്റെ നടുവിൽ കൂടി അതിശ്രേഷ്ഠമായി ഞങ്ങളെ നടത്തിയ ഒരു ദൈവമുണ്ട്. എരിഹോ ഞങ്ങൾക്ക് ഏറ്റവും ഭയാനകമായി ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അതിനെ തകർത്തതാണ്. യോർദാൻ അതിൻ്റെ കരകൾ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമായിരുന്നു. പക്ഷേ ആ യോർദാനിൽ പുരോഹിതന്മാരുടെ കാലെപ്പോഴാണോ തൊട്ടത്, അപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി രണ്ടായിട്ട് വഴിമാറി. ശ്രേഷ്ഠമായി ഞങ്ങളെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ഈ അവകാശത്തിലേക്ക് ഞങ്ങൾ വെറുതെ വന്നു കയറിയതല്ല, മറിച്ച് യഹോവ ഒരു വില കൊടുത്താണ് ഈ അവകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. അതുമാത്രമല്ല, തങ്ങളുടെ പിതാക്കന്മാർ അനേകർ ഇതിനു വേണ്ടി മരണപ്പെട്ടു, അനേകർ കൊല്ലപ്പെട്ടു, അനേകർ ആ മരുഭൂമിയിൽ നശിച്ചുപോയി. ഈ അവകാശം ഞങ്ങൾക്ക് നേടിയത് വെറുതെ കിട്ടിയതല്ല, മറിച്ച് ഇതിനൊരു വില കൊടുത്താണ് കിട്ടിയത്. പ്രിയ മക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രക്ഷയുടെ വില എത്രമാത്രം വലുതാണ്. എബ്രായലേഖന കർത്താവ് പറയുന്നുണ്ട്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ ഈ രക്ഷയുടെ വില വളരെ വിലയേറിയതാണ്. നമുക്കത് സൗജന്യമായി കിട്ടിയെങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വിലമതിക്കാനാവാത്ത ഒരു രക്ഷയാണ് തന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ മുഴുവൻ സ്നേഹിച്ച് തമ്പുരാൻ തന്നത് വേറൊന്നുമല്ല, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മളെ സ്നേഹിച്ച ഒരു കർത്താവ്, ഒരു പിതാവ്. കാരണം സ്വന്തം മകനെ മുഴുവൻ നമുക്ക് വേണ്ടി ഒരു യാഗമാക്കി തീർത്തു. ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വില എത്ര വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കണ്ണിന് പോലും ദൈവം തോന്നാതെ ആർക്കും അവനോട് ഒരു കാരുണ്യവും തോന്നിയില്ല. അവൻ്റെ മുഖം തുപ്പലുകൾക്കും അവൻ്റെ തലമുടിയും മുഴുവൻ പച്ചി പരതും അവൻ്റെ മുതുക് ഒഴിവുചാല് പോലെ ഉഴുതും കിടന്നു. കാരണം അവൻ നമ്മളെ സ്നേഹിച്ചു. കർത്താവിൻ്റെ സ്നേഹം ഒരു ത്രാസിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കാര്യങ്ങൾ തമ്പുരാന് കൊടുക്കാമെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും. കാരണം അതിന് അത്രമാത്രം വിലയുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വില കൊടുത്ത് വാങ്ങിയതാണ്. അതിനേക്കാൾ ഉപരി പിതാക്കന്മാർ
ഇത് രക്തസാക്ഷികളായി ആ രക്തസാക്ഷികളുടെ വില കൊടുത്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ദൈവസഭ എന്ന് പറയുന്നത്. അതിൽ അംഗങ്ങളായി തീർന്നത് നമ്മുടെ ജീവിതം എത്രയോ ഭാഗ്യമേറിയതാണ്. ആ ജീവിതം ഒരിക്കലും ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിന് പകരം വേറെ ചിലത് തരാമെന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ജീവിതമല്ല ഇത്. മറിച്ച് എനിക്ക് കിട്ടിയ അവകാശം ഞാൻ തരില്ല എന്ന് ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നാബോത്ത് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ തരില്ല. ഈ പാൽക്കാലം നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്, ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ പോകരുത്. എത്രമാത്രം പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാമതായിട്ട് നാബോത്ത് തൻ്റെ തോട്ടത്തെ പരിപാലിച്ചു. രണ്ടാമതായിട്ട് നാബോത്ത് തൻ്റെ തോട്ടത്തെ സംരക്ഷിച്ചു. മൂന്നാമതായിട്ട് ഒരു വാക്യം വായിക്കാം. രാജകുമാരുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നു. അവർ അവനെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്നു. നാബോത്ത് തൻ്റെ തോട്ടത്തിന് വേണ്ടി ഒരു വില കൊടുത്തു. വെറുതെ അല്ല, എന്ത് വിലയാണ് കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ തന്നെ അവൻ്റെ തോട്ടത്തിന് വേണ്ടി കൊടുത്തു. ഓരോ കല്ലും അവൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുമ്പോൾ നാബോത്ത് ഒരിക്കലും ചിന്തിച്ചില്ല അന്നത് ആഹാബിന് കൊടുക്കാമായിരുന്നു. മറിച്ച് നാബോത്ത് ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ, തൻ്റെ ജീവിതത്തിനുള്ള സമയത്തൊന്നും തൻ്റെ തോട്ടത്തെ വേറെ ആർക്കും അവൻ വിട്ടുകൊടുത്തില്ല. മക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഒരു വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. ശ്രേഷ്ഠകരമായ ഒരു വിളിയാണ് നമ്മളെ ദൈവം വിളിച്ചത്. പക്ഷേ ഇതിനു വേണ്ടി ഒരു വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം. നാളെ ഒരു പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളിൽ അതിനു വേണ്ടി ഒരു വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം. എത്ര പേർക്ക് സാധിക്കും? അത് കോംപ്രമൈസ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് വിശ്വാസ ജീവിതത്തെ തകർക്കുവാനാണോ? ലോകം തരുന്ന പ്രലോഭനങ്ങളെ വീഴ്ചകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തി കളയുവാനാണോ നമ്മൾ തയ്യാറാകുക? നാബോത്ത് ഒരിക്കലും തയ്യാറായില്ല. ഒരു പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുവാണെങ്കിൽ, ദൈവത്തിൻ്റെതായ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ ഒരു പക്ഷേ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം, മറ്റുള്ളവർ നമ്മൾ അന്യരായി കണ്ടെന്ന് വന്നേക്കാം, നമ്മളെ സ്നേഹിക്കുവാൻ ഒരു പക്ഷേ ആരും ഉണ്ടായെന്ന് വന്നില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നാബോത്ത് തൻ്റെ തോട്ടത്തിന് വേണ്ടി ഒരു വില കൊടുത്തു, സ്വന്തം ജീവൻ തന്നെ. പക്ഷെ ഓർക്കണമേ പ്രിയ മക്കളെ, ഒരിക്കലും നാബോത്തിൻ്റെ കഥ അവിടെ തീർന്നില്ല. നാബോത്തും ആരും അറിയാത്തൊരു നാബോത്ത്, ഒരു മുന്തിരിത്തോട്ടം മാത്രം ഉണ്ടായിരുന്ന നാബോത്ത് അവിടെ നശിച്ചപ്പോൾ, അവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടപ്പോൾ നാബോത്തിൻ്റെ രക്തത്തിന് വേണ്ടി വില ചോദിക്കുവാൻ യഹോവ ഏലിയാവിനോട് കൽപ്പിക്കുകയുണ്ടായത്. യഹോവയ്ക്ക് അരുളപ്പാട് കൊടുത്തു. അതാണ് ആഹാബിനോട് പറഞ്ഞത്, നിന്റെ പുരുഷ പ്രജയെ മുഴുവൻ നശിപ്പിക്കുമെന്ന്. അതാണ് ഞാൻ ഒന്നാമത് വായിച്ചത്. യേഹു ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരെയും കൊല്ലപ്പെടുത്തി. മക്കളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ വിശ്വാസത്തെ പരിപാലിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആരും അറിയാതെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പ്രലോഭനങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടികർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്, നമുക്ക് വേണ്ടി പകരം ചോദിക്കുന്ന കർത്താവാണ്. നമ്മൾ എന്തുമാത്രം വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നുവോ അത്രമാത്രം നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തയ്യാറാണ്. ഒരു പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരാട്ടം ആരും കണ്ടില്ല എന്ന് വരാം, ആരും അത് തിരിച്ചറിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ യഹോവ നമ്മളെ കരുതിക്കൊള്ളും. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഒരു വലിയ ജനസമുദ്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചക്രവർത്തി രാജാവിനോട് പറയുന്നൊരു വാക്കുണ്ട്. അല്ലയോ രാജാവേ, ഇതിനുത്തരം പറയാൻ ആവശ്യമില്ല. നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ ഞങ്ങൾ വിശ്വസിച്ച ദൈവം രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും വണങ്ങില്ല എന്ന് പറയുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയെ നമുക്ക് കാണാൻ സാധിക്കും. അവർ തീച്ചുള വീണു. പക്ഷേ നാലാമനായി അവരുടെ മധ്യേ എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു. നാലാമനായി അവരെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു. നമ്മുടേതായ തീച്ചുളയിൽ കൂടി വിശ്വാസത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ തീച്ചുളയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നേക്കാം. പക്ഷേ നമ്മളെ സംരക്ഷിക്കുവാൻ എന്നും നമ്മുടെ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചു നോക്കിയേ, പൗലോസ് പറയും,
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഒരു വലിയ ലിസ്റ്റ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. പക്ഷേ എന്നിട്ട് പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഒന്നിനും സാധിക്കത്തില്ല. നമ്മുടേതായ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ എന്തെങ്കിലും വേർതിരിക്കുന്നുണ്ടോ? പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ജീവിതായാലും മരണത്താലും കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തുവാനായിട്ട്, ക്രിസ്തുവിനെ മാത്രം ഉയർത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. നാബോത്ത് തൻ്റെ തോട്ടത്തെ പരിപാലിച്ചു, നാബോത്ത് തൻ്റെ തോട്ടത്തെ സംരക്ഷിച്ചു, നാബോത്ത് തൻ്റെ തോട്ടത്തിന് വേണ്ടി ഒരു വില കൊടുത്തു. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ആ വിശ്വാസ ജീവിതം ഏറ്റവും മനോഹരമായി പരിപാലിക്കുവാൻ, ഏറ്റവും മനോഹരമായി സംരക്ഷിക്കുവാൻ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഒരു വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നാബോത്തിൻ്റെ ദൈവം, നാബോത്തിൻ്റെ രക്തത്തിന് വേണ്ടി ചോദിച്ച യഹോവ, അതേ ദൈവം നമ്മുടെ ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നിൽക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നില്ല, അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനവും നിൻ കൃപ നൽകണമേ. എൻ്റെ യേശുവേ, എന്നാശ നീ മാത്രമാണ്. ദൈവമക്കളെ, എത്രമാത്രം മനോഹരമായ വരികളാണ്. നമ്മുടെ ആശ മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ എൻ്റെ യേശു മാത്രമാണ്. അവന് വേണ്ടി അന്ത്യം വരെയും നിൽപ്പാൻ അനുദിനം ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ചോദിക്കേണ്ടത് മാത്രമാണ്, അവസാനം വരെയും എൻ്റെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. നാബോത്തിനെ പോലെ എൻ്റെ വിശ്വാസത്തെ പരിപാലിക്കുവാൻ, എൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, അതിനു വേണ്ടി വന്നാൽ എൻ്റെ ജീവൻ തന്നെ വില കൊടുക്കുവാൻ എന്നെ അതിനെ പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കരുണാസമ്പന്നനും വാത്സല്യപൂർണ്ണനും വേണ്ടിയാണ് ദൈവമേ സൂക്ഷിപ്പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാബോത്ത് തൻ്റെ തോട്ടത്തെ പരിപാലിച്ചു, സംരക്ഷിച്ചു, അതിനു വേണ്ടി വില കൊടുത്തു. ഞങ്ങളുടെ ഞങ്ങളുടെ വലിയ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, അതിനുവേണ്ടി വില കൊടുക്കുവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനം വരെയും അന്ത്യം വരെയും അങ്ങയ്ക്ക് വേണ്ടി മാത്രം നിൽപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രം അടിയങ്ങൾ വളരണം, അങ്ങ് മാത്രം അടിയങ്ങൾ ഉയരണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായ രാത്രി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. ദൈവത്തോടെ പ്രാർത്ഥനയുടെ ഉത്തരമാകണമേ. ആമേൻ. Thank you. Amen. Praise God. What a blessed message we heard from Binosh about the life of Naboth. ഇന്ന് നമ്മൾ നാബോത്തിനെ പറ്റി കേട്ട ആ മെസ്സേജിൽ നമ്മൾ പഠിക്കാനുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നാബോത്തിനെ പറ്റി ആ ഒരു ഒറ്റൊരു ഇൻസിഡൻറ്റ്, ഒരു മുന്തിരിത്തോട്ടം, അവകാശമായി കിട്ടിയ ഒരു മുന്തിരിത്തോട്ടം, ഈവൻ രാജാവ് വന്ന് ചോദിച്ചിട്ട് പോലും ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗിവ് ദാറ്റ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ആയുസ്, ഒരു ലൈഫ്, ഒരു ചോയ്സ് ദൈവം നമുക്ക് തന്നിരിക്കുക. അത് എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും, എത്ര വലിയ പ്രഷർ ഉണ്ടായാലും, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു നല്ലൊരു ക്യാരക്ടറാണ്. നമുക്കത് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ലൈഫിൽ എന്തെല്ലാം സമ്മർദ്ദം ഉണ്ടായാലും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മുന്തിരിത്തോട്ടം, അല്ലാതെ വിശ്വാസത്തിൻ്റെ ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കുവാൻ ഇടയാകരുത്. ലെറ്റ് us be like this character Naboth who stand for God for his inheritance. നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ആരൊക്കെ അതിന് മേളിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവകാശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും അവകാശങ്ങൾ, ഏതെങ്കിലും നന്മകൾ ശത്രു നോക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പല ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ we just going to pray for that. I'm going to pray today that in your life, if there is any inheritance, any blessings that the enemy is trying to plot against your property, I pray that God will intervene and give you breakthrough. Father, we thank you for this morning, Lord. Oh, thank you for speaking to us through the life of Naboth, Lord. And we bless those people, Lord, that, Lord, help us, Lord, to be like Naboth, Lord. We will not change, Lord. We will not shun, Lord. We will not bow down in the midst of challenges. Father, we thank you for this character, Naboth, Lord. We pray that, Lord, we will not
compromise in our faith, Lord. We will not give our inheritance, Lord, for at any cost, Lord. ഇന്ന് രാവിലെ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. We come against every plans and plots of the enemy against your children, Lord. You will put a firewall around the properties, Lord, upon the children of God, Lord. Protect them, Lord, and Lord, you will preserve their Lord. In Jesus' mighty name I pray. Amen. God bless you, and may the Lord bless you and keep you. And we see you again tomorrow morning, 7 a.m.